ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂത്തിൻ്റെ 3-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, റൂത്ത് 3-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ഉത്തരം, ബോവാസിൻ്റെ മെതിക്കളത്തിൽ. 2, തൻ്റെ കടമ എന്താണെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്നത്. 3-ൻ്റെ 1. മൂന്നാമത്തെ ചോദ്യം, ആര് നമ്മുടെ ബന്ധുവാണല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം, ബോവാസ്. 3-ൻ്റെ 2. 4, മെതിക്കളത്തിൽ ഇന്ന് രാത്രി ആര് വരുന്നുണ്ടെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം, ബോവാസ്. 3-ൻ്റെ 3. 5, എന്തിനാണ് ബോവാസ് മെതിക്കളത്തിൽ വരുന്നത്? ഉത്തരം, ബാർലി പാറ്റുന്നതിന്. 6, റൂത്തിനോട് മെതിക്കളത്തിലേക്ക് എങ്ങനെ ചെല്ലുവാനാണ് നവോമി പറഞ്ഞത്? ഉത്തരം, കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച്. 3-ൻ്റെ 3. 7-ാമത്തെ ചോദ്യം, എപ്പോൾ വരെ ബോവാസ് നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുതെന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം, അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ. 8-ാമത്തെ ചോദ്യം, റൂത്ത് 3:4 പ്രകാരം എന്തെല്ലാം ചെയ്യാനാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം, അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. 9-ാമത്തെ ചോദ്യം, നീ ചെയ്യേണ്ടത് എന്തെന്ന് ആര് പറഞ്ഞു തരുമെന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം, ബോവാസ്. 10, 3:5 പ്രകാരം റൂത്ത് അമ്മയോട് പറഞ്ഞത് എന്താണ്? ഉത്തരം, അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. 11, റൂത്ത് എവിടെ ചെന്നാണ് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത്? ഉത്തരം, മെതിക്കളത്തിൽ. 12, ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ഉത്തരം, ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിൽ. 3-ൻ്റെ 7. 13, അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് ഡാഷ് മാറ്റി അവിടെ കിടന്നു. റൂത്ത് 3:7 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം, പുതപ്പ്. 14, അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്നത് ആരാണ്? ഉത്തരം, ബോവാസ്. 3-ൻ്റെ 8. 15, അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് എന്താണ് കണ്ടത്? ഉത്തരം, അവൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത്. 16, നീ ആരാണ് എന്ന ബോവാസിൻ്റെ ചോദ്യത്തിന് അവൾ എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം, ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആണെന്ന്. 17, അങ്ങ് എൻ്റെ ഡാഷ് ആകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. 3:9 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം, അടുത്ത ബന്ധു. 18, നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. 3:10 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം, ഔദാര്യം. 19, നീ എപ്രകാരം എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം, യുവാക്കന്മാരെ, ധനികരോ ദരിദ്രരോ ആകട്ടെ, തേടാതെ. യുവാക്കന്മാരെ തേടാതെ. 20, മകളെ,
ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. 3:11 പ്രകാരം ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബോവാസിന്റെ. 21. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ആർക്കറിയാമെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്ക് എല്ലാം. 27. എന്ത് കാര്യം വാസ്തവമാണെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്ന കാര്യം. 28. എന്നേക്കാൾ അടുത്ത മറ്റൊരു ഡാഷ് നിനക്കുണ്ട്. 3:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ചാർച്ചക്കാരൻ. 29. അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്നത് എപ്പോൾ അന്വേഷിക്കാമെന്നാണ് 13:20 പറയുന്നത്? ഉത്തരം രാവിലെ. 30. ഏറ്റവും അടുത്ത ബന്ധു ചുമതല നിർവഹിച്ചില്ലെങ്കിൽ ആ കടമ ഞാൻ നിർവഹിക്കുമെന്ന് ബോവാസ് പറഞ്ഞത് ആരെ സാക്ഷിയാക്കിയാണ്? ഉത്തരം കർത്താവിനെ. 31. റൂത്തിനോട് എപ്പോൾ വരെ നീ ഇവിടെ കിടന്നുകൊള്ളാനാണ് ബോവാസ് അനുവാദം നൽകിയത്? ഉത്തരം പ്രഭാതം വരെ. 32. അതിരാവിലെ എപ്പോഴാണ് റൂത്ത് എഴുന്നേറ്റത്? ഉത്തരം ആളറിയുന്നതിന് മുൻപേ. 33. 3:14 പ്രകാരം എവിടെ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുതെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം മെതിക്കളത്തിൽ. 34. 3:15 പ്രകാരം എന്ത് വിരിച്ചു പിടിക്കുവാനാണ് ബോവാസ് റൂത്തിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം മേലങ്കി. 35. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിൻ്റെ മേലങ്കിയിൽ ഇട്ടുകൊടുത്തത്? ഉത്തരം 6 അളവ് ബാർലി. 36. ബോവാസ് എന്താണ് റൂത്തിൻ്റെ മേലങ്കിയിൽ ഇട്ടുകൊടുത്തത്? ഉത്തരം ബാർലി. 37. വീട്ടിലെത്തിയ റൂത്തിനോട് അമ്മായിയമ്മ എന്താണ് ചോദിച്ചത്? ഉത്തരം മകളെ എന്തുണ്ടായി? 38. ആര് ചെയ്തതൊക്കെയാണ് റൂത്ത് അമ്മായിയമ്മയോട് വിവരിച്ചത്? ഉത്തരം ബോവാസ്. 3:16. 39. എന്തു പറഞ്ഞാണ് ബോവാസ് റൂത്തിന് ബാർലി കൊടുത്തത്? ഉത്തരം അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്നും പറഞ്ഞു. 3:17. 40. 3:18 അനുസരിച്ച് എന്ത് കാത്തിരുന്നു കാണാമെന്നാണ് അമ്മായിയമ്മ റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം കാര്യങ്ങൾ എങ്ങനെയാകും എന്ന്. 41. കാര്യങ്ങൾ തീരുമാനമാകുന്നതുവരെ ആര് അടങ്ങിയിരിക്കുകയില്ല എന്നാണ് അമ്മായിയമ്മ അവളോട് പറഞ്ഞത്? ഉത്തരം ബോവാസ്. 42. കാര്യങ്ങൾ എന്ന് തീരുമാനമാകുമെന്നാണ് നവോമി അഭിപ്രായപ്പെട്ടത്? ഉത്തരം ഇന്ന് തന്നെ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ കമൻറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഓപ്ഷൻസോടുകൂടി പറയാമോന്നോർത്ത്. പക്ഷേ നമ്മളിപ്പോൾ ഓപ്ഷൻസോടുകൂടി പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ പഠിച്ചു പോവുകയാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഓപ്ഷൻസോടുകൂടി നമുക്ക് ചെയ്യാം. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുക്കാൻ നമുക്ക്
പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ശരിയായിട്ട് പഠിക്കണതാണ് നല്ലത്. ശരിയായ ഉത്തരം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസോടുകൂടി പഠിക്കാം. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.